Investigation will be done, fair investigation will happen, and everybody who is guilty will be punished. ഈ ഫൈൻഡിങ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിൻ്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത്. ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. നോട്ടീസ് അയക്കണോ എന്ന് പോലും തീരുമാനിക്കാത്തൊരു കേസാണിത്. ഹൈക്കോടതിയിൽ വന്ന അവസരത്തിൽ വിജിലൻസ് കോടതി പരിപൂർണമായും ഇത് അഴിമതി അല്ല, എന്താ വിജിലൻസ് അന്വേഷിക്കാത്തതെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് കോടതി തള്ളിയ കേസാണിത്. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് അയക്കുകയാണ് മോദി സർക്കാർ. സ്വർണ്ണക്കടത്ത് പരാമർശിച്ച മോദിയുടെ തൃശൂർ പ്രസംഗത്തിന് ശേഷം വാർത്തകളിൽ ഇടം പിടിച്ചത് CMRL വിവാദമാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വിവാദ വിഷയമാക്കി നിലനിർത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. എക്സാലോജിക്കിനെതിരെ നടക്കുന്ന അന്വേഷണം സർവാത്മന സ്വാഗതം ചെയ്തിരിക്കുകയാണ് CPIM. ഇവിടെയും ഒത്തുകളി ക്യാപ്സൂൾ ഇറക്കുകയാണ് പ്രതിപക്ഷം. CMRL വിവാദത്തിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ്, നിജേഷ് അരവിന്ദ്, കോൺഗ്രസ്, M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. വസീഫ്, ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ പത്രവാർത്ത വരുന്നു. പത്രവാർത്തയെ തുടർന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം വരുന്നു. നിയമപരമായ നടപടികളാണ് എന്ന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPIMും മുഖ്യമന്ത്രിയും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഇല്ലാതെയാകുന്നു എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നിയമപരമല്ല ഇടപാടുകളെന്ന് വ്യക്തമായി കഴിഞ്ഞു അദ്ദേഹത്തിന് എന്ന നിലയിലാണ്. മാത്രവുമല്ല, ഇപ്പോൾ കമ്പനികാര്യ മന്ത്രാലയം ആ സാഹചര്യം വന്നപ്പോൾ മുൻ നിയമമന്ത്രി കൂടിയായ ശ്രീ AK ബാലൻ പറഞ്ഞത് അന്വേഷിക്കട്ടെ, ഏതന്വേഷണവും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമം നിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഓർഡറിൻ്റെ പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എടുത്ത നിലപാട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ഏജൻസികളുടെ താല്പര്യം മുൻപ് തന്നെ കേരളത്തിന് ബോധ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ ദുരുദ്ദേശത്തെ കേന്ദ്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ ദുരുദ്ദേശത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ അന്വേഷണം നടക്കട്ടെ, എവിടെയും അഭിപ്രായവും മറുപടിയും പറയാൻ തയ്യാറാണ് എന്ന് CPIM പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തന്നെ ഇത് നിയമപരമല്ല, ED ആണ് വരേണ്ടത്, CBI ആണ് വരേണ്ടത് എന്ന നിലയിൽ ഒരു ഒത്തുകളി ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ വസീഫ്. ഇവിടെ ഞാനിതിൻ്റെ മറ്റു വശത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതായത് ചർച്ച ചെയ്യുകയും ചെയ്തു. കോടതിയിലെത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് കോടതിയിൽ നിന്ന് ഇതിനകത്ത് ഒന്നുമില്ല, ഇതിനകത്ത് അങ്ങനെ കാര്യഗൗരവമുള്ള ഒരു ആരോപണവുമില്ല, ആക്ഷേപവുമില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് വീണ്ടും കോൺഗ്രസിൻ്റെ നേതാവ് ആവർത്തിച്ച് മാത്യു പറഞ്ഞു. എന്താ പറഞ്ഞത്? GST അടച്ചിട്ടില്ല, ഇതിൽ നികുതി അടച്ചിട്ടില്ല. നികുതി അടച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഓർമ്മയില്ലേ? അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ആവശ്യത്തിന് സമയമെടുത്ത് പരിശോധന നടത്തി ഈ ഇൻകം ടാക്സ് കമ്മീഷണറുടെയൊക്കെ ഡയറക്ഷൻ്റെ അടിസ്ഥാനപ്പെടുത്തി, കിട്ടിയ വിവരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു ഇത് ടാക്സ് അടച്ചിട്ടുണ്ട്, ഇതിനകത്ത് മറ്റൊരു അവിഹിതമായി പണം സമ്പാദിച്ചതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്നത് പോലെയാണെങ്കിൽ കള്ളപ്പണമാണെങ്കിൽ ബാങ്ക് ത്രൂ ആണോ വരിക? ബാങ്ക് ത്രൂ വന്ന് നിയമപരമായി ടാക്സ് അടച്ച രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിനടിസ്ഥാനപ്പെടുത്തി കിട്ടിയ പണം അതും കുറേ വർഷങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 2-2.5 വർഷ കാലയളവിലെ ജോലിയുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ പണം, ആ പണം നികുതി അടച്ചു എന്നും പറഞ്ഞു. അത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ മാപ്പ് പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പുകമറയിൽ നിർത്തിയതിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ ശരത്ത്, ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അവരെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസും. എന്തിനാ കോൺഗ്രസ് ഇങ്ങനെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഈ മുട്ടുമടക്കി നിൽക്കുന്നത്? അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത എന്താ? സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞില്ലേ, ഞാൻ BJP ആവില്ല.
എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് അന്വേഷണത്തിൻ്റെ പേര് പറഞ്ഞ് സിസോദിയെയും അവരുടെ മറ്റൊരു നേതാവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുപോലെ ഇദ്ദേഹത്തോടും 2 തവണ നോട്ടീസ് കൊടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഡൽഹി മുഖ്യമന്ത്രി പറയുകയാണ്, ഈ പറയുന്ന BJPയെ വെല്ലുവിളിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയാണ് രാഷ്ട്രീയ പ്രേരിതമാണ് ED എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രേരിതമാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ EDയെ എന്തിനാ ഈ കോൺഗ്രസ് പൊക്കി പിടിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ED ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസിലാണെങ്കിൽ ED വന്നിട്ടില്ല, അങ്ങനെ ഒരു അന്വേഷണ ഏജൻസിയും ഒരു റിപ്പോർട്ടും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു മാധ്യമം, ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റാണ് എന്നാണ്, എനിക്ക് കൃത്യതയില്ല. ഇന്ന് മാസപ്പടി എന്ന് എഴുതി ആദ്യം ഈ വിവാദത്തെ കൊണ്ടുവന്ന മലയാള മനോരമയുടെ ഇന്നത്തെ പ്രധാന ലീഡറായിരുന്നു. ഇന്ന് ഏതായാലും അതിലൂടെ പോകുമ്പോൾ മാസപ്പടി എന്ന പ്രയോഗം അതിൽ ഇല്ല. പക്ഷേ ROC റിപ്പോർട്ട് എന്നുള്ളതാണ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് എന്ന നില മാസപ്പടി അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളിൽ മനോരമയിലാണ് ഞാനത് കണ്ടത്. അല്ല, അതുമാത്രമല്ല, ഈ ROCയുടെ റിപ്പോർട്ട് ഇവരൊന്ന് കാണിച്ചു തരും. അപ്പോൾ എനിക്കിവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇരിക്കുന്നുണ്ടല്ലോ, ആ ROC റിപ്പോർട്ട് ഒന്ന് നമുക്ക് അയച്ചു തന്നാൽ, അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് നമുക്ക് തന്നാൽ നമുക്കൊന്ന് പരിശോധിക്കായിരുന്നു. അങ്ങനെ ROC റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. എവിടുന്നോ ഒരു കഷ്ണം വാർത്തയോ അല്ലെങ്കിൽ എവിടുന്നോ ചോർത്തി കിട്ടി, അല്ലെങ്കിൽ ഇനി ഇവർ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? ഈ മാധ്യമപ്രവർത്തകർ എന്തൊക്കെ ചെയ്യുന്നവരാ? വ്യാജരേഖകളുടെ ഒരു കാലല്ലേ ഇപ്പോൾ, നമുക്കറിയാമല്ലോ. ID കാർഡ് പോലും, തെരഞ്ഞെടുപ്പ് ID കാർഡ് പോലും വ്യാജമായി ഉണ്ടാക്കുന്ന ഇവരുണ്ടാക്കിയതാണോ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതിലൊരു ആധികാരികതയുമില്ല. ഈ രേഖയിൽ എന്ത് ആധികാരികതയുള്ളത്? പുതുതായി ഇതിലൊരു വിവരവുമില്ല. ഒരാധികാരികതയില്ലാത്ത എവിടുന്നോ പടച്ചു വിടുന്ന ഈ ആക്ഷേപങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിർത്തുക. അങ്ങനെ നിലനിർത്തി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി, അതെ, ഈ ലോകസഭ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ ഈ കേരളത്തിലാണെങ്കിൽ BJPയുടെ കേരളത്തിലെ നേതാക്കന്മാർ പഠിച്ച പടി 18 നോക്കിയിട്ട് ഈ കേരളത്തിൽ ഒന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ല. നേരത്തെ കോൺഗ്രസുമായിട്ടൊരു നീക്കുപോക്കുണ്ടാക്കിയിട്ടാണ് ഈ നിയമത്ത് ജയിച്ചത്, നമുക്കൊക്കെ അറിയാം. അതും പൂട്ടിക്കെട്ടി. അത് പൂട്ടിക്കെട്ടി എന്ന് മാത്രമല്ല, ഈ കേരളത്തിനകത്ത് BJPക്ക് കാലുകുത്താൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കേരളത്തിലെ ഇടതുപക്ഷം. ഏത് സമയത്തും ഈ BJPയുടെ എല്ലാ കൊള്ളരുതായ്മകളും പൊള്ളത്തരങ്ങളും ഒക്കെ തുറന്നു കാണിക്കുക. എന്തിനേറെ, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇടപെട്ടില്ലേ? ഇടതുപക്ഷം ഇടപെട്ടില്ലേ? അതിനെതിരെ സംസാരിച്ചില്ലേ? പാർലമെന്റ് ഉൾപ്പെടെ ആ വിഷയം ഉന്നയിച്ച് സംസാരിക്കുന്നതിനും അവരോടൊപ്പം നിൽക്കുന്നതിനും അവരുടെ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടുന്നതിനും ഇടതുപക്ഷവും CPM-ഉം തയ്യാറായില്ലേ? അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ രാജ്യത്ത് ബോധപൂർവം BJP ഉപയോഗപ്പെടുത്തുകയാണ്. അവർ ഭീഷണിപ്പെടുത്താനും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും. അങ്ങനെയാ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനും അതോടൊപ്പം ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പുതിയ കാര്യമല്ലല്ലോ. പുതിയ കാര്യമല്ല. ബംഗാളിലെ ശാരദാ ചിട്ടി കേസിലെ നമുക്കറിയാമല്ലോ, മുകുൾ റോയുമായി ബന്ധപ്പെട്ട കേസും അന്വേഷണം തുടരുന്നതിനിടയിൽ അദ്ദേഹം പാർട്ടി മാറി BJP ആയി. ഇപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ആ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് എന്തായി, മറ്റൊരു പാർട്ടി ഉണ്ടാക്കി പിന്നീട് BJP ആയി മാറുന്നു. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഞാൻ ഇനിയുള്ള സമയത്തും അത് സൂചിപ്പിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അന്വേഷണ ഏജൻസികളെയും ഈ പറയുന്ന BJPയുടെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി പുകമറയിൽ നിർത്തിക്കൊണ്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJP 2ാം സ്ഥാനത്ത് പോലും എത്താത്ത ഒരു സ്ഥലത്ത് BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് രാജ്യത്തുടനീളം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോവുക, ഫെബ്രുവരി മാസം 8-ാം തീയതി ദേശീയ പ്രക്ഷോഭമാണ്. ഒരു തർക്കവുമില്ല. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ ഇത് ചർച്ച ചെയ്യും. രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതെടുത്തുപയോഗിക്കും. കാരണം ഫെഡറൽ തത്വങ്ങളെപ്പോലും ലംഘിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന BJP മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ സാമാജികരും ഡൽഹിയിൽ സമരം നടത്തുമ്പോൾ ഈ ലോകസഭ ഇങ്ങെത്തി നിൽക്കുന്ന സമയത്ത് BJPക്ക് അതൊരു കറുത്ത പാടാകും. ആ കറുത്ത പാടുള്ള സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഈ ഭരണത്തെയും ഒക്കെ അങ്ങ് മോശമാക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. അതിനെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചില മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ പലരും ഈ പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. റൈറ്റ്. ഞാൻ അത് കൂടുതൽ ഈ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി പോകുമ്പോൾ നേരത്തെ വസീഫ് പറഞ്ഞതുപോലെ വസീഫിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായി വരികയാണെങ്കിൽ നിജേഷുമായി അതിലേക്ക് പോകും. പക്ഷേ നിജേഷ് എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ എന്നൊരു ധ്വനി വസീഫിൻ്റെ വാക്കുകളിലുണ്ട്. നിജേഷ്,
ഇവിടെ ഇപ്പോൾ ഞാൻ വേറൊരു കേസ് ഓർമ്മിപ്പിക്കാം. നാഷണൽ ഹെറാൾഡ് കേസാണ്. ആ നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളായി നിൽക്കുന്നത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി. അവരെ CBI ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദില്ലിയിലുണ്ടായ സാഹചര്യങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമീപനവും ഒക്കെ നമ്മുടെ മുമ്പിലേക്കുണ്ടല്ലോ. ഞാനൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. എന്തായിരുന്നു ആ കേസ്? നാമമാത്രമായ തുക കൊടുത്ത് നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ കോടികളുടെ ആസ്തി വകകൾ യങ് ഏജിലേക്ക് മാറ്റി എന്നുള്ളതല്ലേ? വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തെ ആ വിധത്തിൽ വകമാറ്റി എന്ന നിലയിൽ ഒരു പ്രശ്നത്തെ ഒരു കേസാക്കി CBI നിരന്തരം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടി കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ്. ആ അന്വേഷിക്കുന്ന CBI, ഇന്നത്തെ സാഹചര്യത്തിൽ ആ CBI കേന്ദ്രഭരണത്തിൻ്റെ ടൂളായി മാറിയിട്ടുള്ള CBI കേരളത്തിലേക്ക് വേണം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം, ദേശീയതലത്തിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് കേരളത്തിലും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ നിലയിൽ വാദമുന്നയിച്ച് പരാജയപ്പെട്ടു പോയവരാണ് നിങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്തും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് BJPയുടെയും ആ കാലത്തെ വാദങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഒരു ഫലവും നിങ്ങൾക്കത് നൽകിയില്ല. മാത്രമല്ല, ഇവിടെ ഒരു മന്ത്രിയെ പോലും ആ നിലയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടുമില്ല. അതുപോലെ ED രാഷ്ട്രീയ ആയുധമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉപകരണമാണ് എന്ന ഏറ്റവും ശക്തമായ വിമർശനം യാഥാർത്ഥ്യം ആയി തന്നെ നിൽക്കുമ്പോൾ എന്താണ് അവരുടെ കേസുകളുടെ കൺവിക്ഷൻ റേറ്റ്? പരമതുച്ഛമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസെടുക്കുന്നു, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കേസിലും വിജയത്തിലെത്തിക്കാൻ കഴിയാത്ത വിധമുള്ള കൺവിക്ഷൻ റേറ്റ് വളരെ കുറഞ്ഞ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസി. നിങ്ങൾക്ക് കേരളത്തിൽ പ്രിയം EDയോടും CBIയോടുമാണ് അല്ലേ? അതല്ലേ ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത്? കഴിഞ്ഞോ? ചോദ്യം നിങ്ങൾക്ക് പ്രിയം EDയോടാണോ എന്നുള്ളത് മാത്രമാണല്ലോ അല്ലേ ശരത്തെ? മറ്റു ചോദ്യമൊന്നുമില്ലല്ലോ? വഴിയെ ചോദിച്ചാൽ പോരെ? അല്ല, ഒരു അതിന് ആധാരമായ ചില ദേശീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് സ്വർണ്ണക്കടത്തിൻ്റെ കാലത്ത് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. 1. 2, ഇതൊരു വിഷയമേ അല്ല, വ്യാജ വാർത്തയാണ് എങ്കിൽ കൈരളി ചാനൽ പോലെയുള്ള ഒരു ചാനൽ ഈ സമയം നഷ്ടപ്പെടുത്തരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു വിഷയമാണ് എങ്കിൽ അത് ചർച്ച ചെയ്യട്ടെ. ഇതെല്ലാം അവസാനിച്ചതാണ്. ഇതിലൊന്നും പേടിക്കാനില്ല. കോഴ കൊടുത്തവനും കോഴ വാങ്ങിയവനും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾക്കെന്ത് പ്രശ്നം എന്ന് ആണ് ചിന്തയെങ്കിൽ പിന്നെ നമുക്ക് ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെച്ച അങ്ങനെയല്ലല്ലോ. കൈരളിയുടെ ചർച്ചയുടെ ഒരു എഡിറ്റോറിയൽ സ്വഭാവത്തെ സ്പർശിച്ചുകൊണ്ട് മാത്രം ഒരു വാക്ക്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു, മുൻ നിയമമന്ത്രിയായിട്ടുള്ള AK ബാലൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം വരുന്നു, BJPയുടെ ദേശീയ തലത്തിലെ പ്രകാശ് ജാവദേക്കർ പ്രതികരിക്കുന്നു. ആ നിലയിൽ അതൊരു വാർത്തയാണ്. ഇത് കോടതിയല്ല. അത് കോടതിയിൽ വരട്ടെ, അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷേ അതിനൊരു വാർത്താ പരിസരം വരുന്നതുകൊണ്ട് ആ വാർത്തയുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക. കോടതിയുടെ പണി, ജഡ്ജിയുടെ പണി ഏറ്റെടുക്കലല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. ശ്രീ നിജേഷ്, അല്ല, ഇതൊരു പ്രശ്നമല്ല എന്നും ROC എന്ന് പറയുന്നൊരു സാധനമില്ല എന്നും അത് യൂത്ത് കോൺഗ്രസ്സുകാർ പടച്ചെടുത്ത വ്യാജരേഖയാണ് എന്നാണ് DYFI സംസ്ഥാന സെക്രട്ടറി ഇവിടെ പറഞ്ഞത്. പ്രിയപ്പെട്ട DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കി, എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഞാൻ നോക്കി, അത് ROCയുടെ റിപ്പോർട്ട് വസീഫിന്റെ കയ്യിലുണ്ടെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ കൃത്യമായി പറഞ്ഞു ROC എന്ന് പറയുന്നത് പടച്ചുണ്ടാക്കുന്ന ROC എന്ന് ശരത്ത് യൂത്ത് കോൺഗ്രസ്സുകാരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുപോലെ ആരോ പടച്ചെടുത്ത ഒരു രേഖ, ആധികാരികമല്ലാത്ത ഒരു രേഖ, ആ രേഖയുടെ പേരിൽ എന്തിന് നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്. ഞാൻ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാനല്ല ആ രേഖ കൊണ്ടുവന്നത്, പക്ഷേ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ആർക്കും പരിശോധിക്കാവുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെന്റിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, വീണ വിജയൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു. അവർ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ അവരുടെ തന്നെ കമ്പനിയെ അതിനാവശ്യമായ രേഖകൾ കൊടുത്തിട്ടില്ല എന്ന് അവർ. എൻ്റെ റിപ്പോർട്ടല്ല, ROCയുടെ റിപ്പോർട്ടാണ്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാം,
തള്ളാം. ഇനി മറ്റൊന്ന്, ശരത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു നിമിഷം, അത് അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്. ROC അങ്ങനെ പറയുമ്പോൾ എക്സാലോജിക്ക് അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് എവിടെ കൊടുത്തിട്ടില്ല എന്നാണ്? പബ്ലിക് ഡൊമൈനിലുണ്ട് എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ കൊടുത്തിട്ടില്ല എന്നാണ്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ കൊടുത്തിട്ടില്ല എന്നാണോ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ അവർ കക്ഷിയായിരുന്നു, അവർക്ക് നോട്ടീസ് പോയിരുന്നു, ആ കമ്പനിയുടെ ഭാഗം പറയാൻ ഒരു അവസരം അവർക്കുണ്ടായിരുന്നു, അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായി വരില്ലേ? Earlier, ROC sought information from CMRL and Exalogic. However, the report says that Veena Vijayan and her firm failed to furnish the details requested by them, including those linked to the contract signed with CMRL. Exalogic only provided documentation providing that they paid GST on the funds they received from CMRL. അവർ തന്നെ അവസാനിപ്പിക്കാൻ പറഞ്ഞ കമ്പനിയുടെ ആവശ്യമായ രേഖകൾ CMRL-ഉം എക്സലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. ആകെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് GST അടച്ച രേഖകൾ മാത്രമാണ്. ഇതെൻ്റെ വാക്കല്ല, ശരത്തിന് പരിശോധിക്കാം. ഇതിന് ആധികാരികതയുണ്ടോ, അത് യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കാം. ഞാൻ ഇപ്പോഴാണ് ഇത് സെർച്ച് ചെയ്തത്, അതുകൊണ്ട് അതിലെന്തെങ്കിലും ആധികാരിക പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾക്ക് പരിശോധിക്കാം. നേരത്തെ മുമ്പ് പറയാൻ വന്നപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. ആർക്കും അതിന്റെ ബാക്കി കാര്യങ്ങൾ എല്ലാ പേജിലുമായി കിടക്കുന്നുണ്ട്. 4 or 5 റിപ്പോർട്ടുകൾ ആ ROC-യുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദായ നികുതി ബോർഡിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിലല്ല, ROC-യുടെ മുന്നിലാണ് വീണ വിജയൻ തൻ്റെ കമ്പനിയുടെ സേവനം അവസാനിപ്പിക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തത്. റിക്വസ്റ്റിന് ആവശ്യമായ കാര്യങ്ങൾ വീണ വിജയൻ കൊടുത്തിട്ടില്ല എന്നാണ് ROC പറഞ്ഞത്. അവരത് കോർപ്പറേഷൻ അഫയേഴ്സ് മിനിസ്ട്രിക്ക് ആ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഈ രേഖയിൽ ഉള്ളത്. നമ്പർ 1. നമ്പർ 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാർ കേന്ദ്ര ED ഉൾപ്പെടെയുള്ള നിരവധി അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഒരുപാട് തവണ ഏറ്റുമുട്ടലിൻ്റെ വക്കത്താണ്. ഏതെങ്കിലും ഒരു CPM നേതാവ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വേട്ടയാടപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോ ഇനി BJP ഇതര മുഖ്യമന്ത്രിമാരോ ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ രാവിലെ സ്വീകരിക്കാനും വൈകുന്നേരം യാത്രയാക്കാനും പോയതായി ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ചിത്രം കണ്ടിട്ടില്ല. അത് സ്റ്റാലിൻ പോയതായി കേട്ടിട്ടില്ല, ഇനി അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാർ പോയതായിട്ട് കേട്ടിട്ടില്ല. കുറച്ചു കാലം പോവാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാവിലെ തന്നെ സ്വീകരിക്കാൻ പോയത്, വൈകുന്നേരം ടാറ്റ കൊടുക്കാൻ പോയത്. അതും ബദ്ധശത്രുവായ കണ്ടാൽ മിണ്ടാത്ത മുഹമ്മദ് ആരിഫ് ഖാന് കേരളത്തിനോട് കേന്ദ്രം കാട്ടുന്ന സമീപനത്തിനെതിരെ ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നത്. അത്ര ശക്തമായ ആ സമരം ഞാൻ അവിടെയാണ് പറയുന്നത്. 3 ദിവസം നോക്കൂ, മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു സമീപനം എന്നറിയാമല്ലോ. എന്നിട്ടും ഇവിടെ 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നില്ലേ? ആ ചടങ്ങിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഗവർണറെയും മുഖ്യമന്ത്രിയെയും കണ്ടത്? മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് വന്നാൽ ആ നിലയിൽ തന്നെ പെരുമാറേണ്ടതുണ്ട്. ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഒരു സംസ്ഥാനത്തോട് കാട്ടുന്ന അനീതിയാണ് എന്ന് പറയുന്നതല്ലേ ആർജവം? അതിൻ്റെ പേരിൽ സമരം ചെയ്യുന്നതല്ലേ ആർജവം? ആ സമരത്തിന് നിങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ വാളയാർ കഴിയുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളാണോ രാഷ്ട്രീയം കേരളത്തോട് ശരിയായി സംസാരിക്കുന്നത്? ആ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. ചോദ്യത്തിലെ വികാരം ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ എതിർത്തല്ല ശരത്ത്, ഞാൻ ഉൾക്കൊണ്ടതാണ്. 3 ദിവസം മുമ്പ് കേന്ദ്ര വിരുദ്ധ സമരത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിറ്റേ ദിവസം തന്നെ ഒന്നുകിൽ യാത്രയാക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ രണ്ടും കൂടി പോയതാണ്. ആ കൈകൂപ്പൽ, ആ കൈപിടിക്കൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു. കേരളത്തിന്റെ ഗവർണർ മന്ത്രിമാരുടെ കൊച്ചിയുടെ നഗരസഭ മേയറെ കണ്ടില്ലേ? ഇതൊക്കെ നാട്ടിൽ ആദ്യമായി നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ നിജേഷ്. നിങ്ങൾ അങ്ങനെ വിലയിരുത്തിക്കോളൂ, യാതൊരു അപാകതയുമില്ല. പക്ഷേ ആ സർക്കാർ സമരം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആ സർക്കാർ സുപ്രീം കോടതിയിൽ ആ മോദി സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്ത് നിൽക്കുകയാണ്. പറഞ്ഞോളൂ. സത്യപ്രതിജ്ഞ ചെയ്ത് ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോവാത്ത ആളുകളാണ്. അവരാണ് ഇന്നലെ വന്ന് കൈകൂപ്പുന്നത്. അവിടെയാണ്
അല്ല മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം അല്ല ശരത്താണല്ലോ ചോദിച്ചത്, ശരത്താണല്ലോ ചോദിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. എനിക്കാണോ തെറ്റിയത്? എനിക്കാണോ തെറ്റിയത്? ശരത്തിനാണോ തെറ്റിയത്? ശരത് എന്നോട് ശരത് എന്താ ചോദിച്ചത്? സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? അല്ല, സത്യപ്രതിജ്ഞ ചെയ്തില്ലേ എന്നാണ് ചോദിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമാണ്. ചായ കുടിച്ചില്ലേ എന്നല്ല ഞാൻ ചോദിച്ചത്. അല്ല, എനിക്കും ബോധ്യമുണ്ട്. റെക്കോർഡുണ്ട്. അല്ല, റെക്കോർഡുണ്ട്. ഞാൻ ചോദിക്കുന്നത് ശരത്ത് സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുന്ന ഞങ്ങളാണ് വികാര പ്രകടനം നടത്താറ്. ഇന്ന് ശരത്ത് എന്തിനാണ് വല്ലാത്ത പ്രഷർ സംസാരിക്കുന്നത്? അല്ല, ഒരു ഡിബേറ്റ് അല്ലേ? അല്ല, റിവൈൻഡ് ചെയ്തോളൂ. ഇത് റെക്കോർഡല്ലേ? റെക്കോർഡ് ചെയ്തല്ലേ ശരത്തെ? അത് റിവൈൻഡ് ചെയ്യോ? നിങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും വീണ്ടും കേൾക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അല്ല, ആ സത്യം നിങ്ങൾ ചോദിച്ചു. ഇനി അതിനു മുമ്പ് ഈ ഗവർണറുമായിട്ട് ഏത് കാലത്ത് യുദ്ധം നടത്തിയാലും യുദ്ധം നടത്തുന്നതിന് പിറ്റേ ദിവസം മധുര പലഹാരങ്ങളുമായി അങ്ങോട്ട് മന്ത്രിമാരെ അയച്ച പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത്. എല്ലാ ദിവസവും ഒരു ഭാഗത്ത് സമരം പ്രഖ്യാപിക്കുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറോടല്ല, മറിച്ച് BJP-യോടാണ് എന്ന കൃത്യമായ ബോധ്യം കേരളത്തിലെ ജനതയ്ക്കുണ്ട്. ലാവ്ലിൻ കേസ് പോലെ മറ്റൊരു കേസാക്കി മാറ്റാനുള്ള ഒരു ചെറിയ ഏർപ്പാട്, അതാണ് ദീർഘകാലമായി സ്വീകരിക്കാത്ത മുഖ്യമന്ത്രി, ദീർഘകാലമായി യാത്ര പറയാത്ത. ഈ തൊട്ട് മുമ്പത്തെ ആഴ്ച തേക്കിൻകാട് വന്നിരുന്നല്ല മുഖ്യമന്ത്രി ശരത്തെ? അന്ന് സ്വീകരിക്കാൻ വന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പ്രധാനമന്ത്രി തേക്കിൻകാട് വന്ന സമയത്ത് മുഖ്യമന്ത്രി അല്ല സ്വീകരിക്കാൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല. അതിന് 3 മാസം മുമ്പ് അല്ല, ഇപ്രാവശ്യം വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്. അല്ല, അതിനു മുമ്പ് അല്ല ഞാൻ പറയുന്നതല്ല, നിങ്ങൾ എന്തിനാ വികാരമുള്ളത്? ഇതിനു മുമ്പ് ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ പോവണ്ടേ? എന്തുകൊണ്ട് പോയില്ല? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, സ്വീകരിക്കട്ടെ. ഗസ്റ്റ് അല്ലേ? സംശയം ഇതാണ് അദ്ദേഹത്തിന്റെ സംശയം. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയിൽ അദ്ദേഹം ചില സംശയങ്ങൾ കാണുന്നു. അതിനകത്തുകൂടി ഒത്തുകളി, ഒളിച്ചുകളി, ആ നിലയിലേക്ക് ആ വിഷയത്തെ, ആ പ്രശ്നത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു വെച്ചത് അതാണ്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് ആ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെയാണ് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ട്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ഈ ഘട്ടത്തിലെ ആക്ഷേപം. പക്ഷേ ഇന്ന് വന്ന വാർത്തകളിൽ തന്നെ ഒന്നുണ്ട്, കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഈ പ്രാഥമിക നടപടി എന്ന് പറയുന്നത് പിന്നാലെ അത് ED-യും CBI-യും ഒക്കെ ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് എന്നും പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് കേരളത്തിൽ ഏത് നിലയിലാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് നോക്കാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജാമ്യം നേടി പുറത്തു വന്നല്ലോ. വെളുപ്പാങ്കാലത്ത് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു, ചിരിച്ചുകൊണ്ട് പോലീസിനൊപ്പം വരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, തുടർ നടപടികൾ. പക്ഷേ ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ചിദംബരത്തെ എങ്ങനെയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്? ഇതുപോലെ പുലർകാലത്ത് മതിലിയാടി അകത്ത് കടന്ന് അവിടെ പോയി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പക്ഷേ ഇത് രണ്ടും നിയമവിരുദ്ധമാണ് എന്ന നിലയിൽ ഒരേപോലെ കാണുന്ന കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വീക്ഷണം കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണോ? നേരത്തെ ഈ ദേശീയ രാഷ്ട്രീയ പ്രശ്നം കടന്നു വന്നതുകൊണ്ടാണ് വസീഫിനോട് എൻ്റെ അതുകൂടി ചേർത്തുള്ള ചോദ്യം. ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് പ്രധാനമന്ത്രിയെ, അതൊരു ഒഫീഷ്യൽ പോസ്റ്റല്ലേ, സ്വീകരിക്കാൻ പോയതാണോ തെറ്റ്? ഇപ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള അനുഭവമില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ അല്ലെങ്കിൽ MLA-മാർ ഇവരിങ്ങനെയൊക്കെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു. ശരി, മറ്റു പരിപാടികൾക്കൊക്കെ സ്വീകരിക്കുന്നില്ലേ? എന്തൊക്കെ ആക്ഷേപം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നില്ലേ? മുഖ്യമന്ത്രിയെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? നല്ല രീതിയിൽ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇടപെടുന്നതിനെക്കുറിച്ച് പറയുന്നില്ലേ? ഇന്ത്യയിൽ ഇതൊക്കെ ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ അങ്ങനെ പറഞ്ഞ പോലെ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ 3 പരിപാടികളുടെ ഉദ്ഘാടനം നടന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ നിജേഷേ? കല്യാണത്തിന് മാത്രമല്ല, അവിടെ പരിപാടി നടന്നു. കേരളത്തിലെ വികസനത്തിന് ഒക്കെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഷിപ്പ്യാർഡിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒഫീഷ്യൽ പരിപാടി കൂടി മുന്നിൽ വെച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒഴിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പോകും. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പോകും. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മേയർ പോകാറില്ലേ? പോകാറുണ്ട്. അങ്ങനെ സ്വീകരിക്കും. അതിനൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണേണ്ട ആവശ്യം? നിലപാടുകളല്ലേ പ്രശ്നം. ആ നിലപാടുകളല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. നിങ്ങൾ പിന്നെ സൂചിപ്പിച്ചു, ഞാൻ പറഞ്ഞ ഈ രജിസ്ട്രാറുടെ ഡോക്യുമെൻ്റ്, അതിൻ്റെ ലിങ്ക് ഒന്ന് എനിക്ക് അയച്ചു തരുമോ? അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത രേഖയാണെങ്കിൽ എനിക്കൊന്ന് അയച്ചാൽ ഞാനും ഒന്ന് നോക്കട്ടെ.
ഞാനത് മറ്റൊരു വാശിക്കോ ഇതിനോ പറയുന്നതല്ല. അങ്ങനെ നിങ്ങൾക്കത് ഒഫീഷ്യലി ശരത്തിന് അയച്ചു കൊടുത്താൽ മതി. ഒഫീഷ്യലി ആ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ രജിസ്ട്രാർ ഇങ്ങനെ ഒരു രേഖ തയ്യാറാക്കി, അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വിട്ട് അവരുടെ സൈറ്റിലോ അവരുടെ രേഖയാക്കിയോ തയ്യാറാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് അയക്ക്. അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളോ ആരെങ്കിലും ഗൂഗിളിലൊക്കെ എൻ്റർ ചെയ്ത് എടുത്ത് വെച്ച രേഖയോ അതിൻ്റെ ഏതെങ്കിലും കഷ്ണങ്ങളോ ആണെങ്കിൽ അത് അയക്കേണ്ടതില്ല. ഒഫീഷ്യലി ഈ ROC ഇത് ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്ക്, നമുക്ക് നോക്കാം, അത് വെച്ച് പരിശോധിക്കാം. പിന്നെ അത് ഇനി അങ്ങനെ വന്നു എന്നിരിക്കട്ടെ, അതൊരു ആധികാരികമായ രേഖയായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാജ്യത്ത് ഇങ്ങനെ ഈ കമ്പനി രജിസ്ട്രാർ ഇങ്ങനെ ഒരു സംഗതി, ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താൽ അതാണോ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ്? എന്തൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ രാജ്യത്ത്. ഞാൻ അതല്ലേ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചത്. ആർക്കെതിരെയൊക്കെ ഈ കേസുകൾ ഉന്നയിക്കാൻ പറ്റും? നിജേഷിന് അറിയോ ഇത് ഏത് വർഷത്തെ ഇടപാടാണ് എന്ന് കൊടുത്ത സേവനവും എന്ന് കൊടുത്ത GST ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്? നിജേഷിന് അറിയോ? സേവനം കൊടുത്തില്ല എന്ന് നിങ്ങൾ പറയുന്നു, സേവനം കൊടുത്തു എന്ന് അവരും പറയുന്നു. സേവനം കൊടുത്തില്ല എന്ന് മൂന്നാം കക്ഷിയായ നിങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നു. സേവനം എന്താന്നുള്ളത് അവരല്ലേ, ആ കമ്പനിയല്ലേ വെളിപ്പെടുത്തേണ്ടത് സേവനം കിട്ടിയോ ഇല്ലേ എന്നുള്ളത്. അതില്ലല്ലോ. അവർ ഒഫീഷ്യലി അവിടെ അവിടെ ഒരു രേഖയില്ലേ? ഞാൻ നിങ്ങൾ സംസാരിക്കും ഇടപെട്ടിട്ടില്ല. അവർ തമ്മിൽ ഒരു ഇടപാടുകൾ നടത്തിയ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടിന്റെ അല്ല, അങ്ങനെയാണെങ്കിൽ കൂടുതൽ എനിക്ക് ചോദിക്കേണ്ടത് നിജേഷിനോട് എന്താണെന്നറിയോ? നിജേഷിന്റെ ചോദ്യം കേട്ടു. ഇനി അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ വേഗം വരാം. ഈ യുവ നേതാക്കളുടെ തർക്കത്തിനിടയിൽ നിന്ന് ഞാൻ വേഗം താങ്കളിലേക്ക് വരാം. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങേയറ്റ സൗഹൃദത്തിലാണ്. അല്ല, ഞാൻ ഇവിടെ പറയുന്നു നിജേഷ്, അതിൽ സൗഹാർദ്ദമല്ല. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി ഇങ്ങനെ പറയുന്ന വലിയ സൗഹാർദ്ദം ഒന്നല്ല നിജേഷ്. അത് അങ്ങനെ വേണ്ട. ഞാൻ അതിലും ഇടപെട്ടിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പ്രകാരം ഇവർ തമ്മിൽ ഉണ്ടാക്കിയ കരാറിൽ അങ്ങനെ കൊടുത്ത സേവനത്തിന് അടിസ്ഥാനപ്പെടുത്തി അവർക്ക് കിട്ടിയ ആ പണം കിട്ടിയപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരുന്നത് അന്ന് കേരളം കേട്ടതല്ലേ? അതാണെങ്കിൽ രേഖാമൂലമുള്ള പണമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് അടച്ചു എന്നുള്ളതിൻ്റെ രേഖ കാണിക്കൂ, ടാക്സ് അടച്ചു എന്ന് പറയൂ. എന്നിട്ട് അതിൻ്റെ ഒരു അപേക്ഷ കൊടുത്തു ഇല്ലേ ആര്? നിങ്ങളുടെ MLA. എല്ലാത്തിനും വെറുതെ ഈ പെർഫോമൻസ് കാണിക്കുന്നു. ഇപ്പോൾ ഒരു കോടതി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ള പ്രതിപക്ഷ നേതാവിനാണ് പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് ഒക്കെ ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റഡ് ലീഡർഷിപ്പായി മാറുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അത് കോടതി പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങളിതെന്നോ പറയുന്നതാ. നിങ്ങളുടെ ഒരു രീതിയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു മറുനാടൻ സ്റ്റൈൽ അല്ലെ ജയശങ്കരൻ സ്റ്റൈലിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, ഒരു ആധികാരികതയും വേണ്ട, പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക, എന്നിട്ട് ചളി വാരി എറിയുക, നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കുക. അതാ നിങ്ങളുടെ ഒരു ലക്ഷ്യം. ഇവിടെ കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദേഹത്ത് ചളി വാരി എറിഞ്ഞ് നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് പറയാം. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, എവിടെയൊക്കെയാണ് ഇടപാടുകൾ നടത്തുന്നത്, എന്തൊക്കെയാണ് കമ്മീഷൻ വാങ്ങുന്നത് എന്നൊക്കെ അറിയാം. അക്കൗണ്ട് ത്രൂ വാങ്ങിയ പണത്തിനും അതിന് GST കൊടുത്തതും ഒക്കെ കണക്കുകൾ വന്നിട്ടും നിങ്ങൾ വീണ്ടും ഒന്നും പറയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആരാണ് KK, ആരാണ് OC, പിന്നെ എന്താ IK, RC ഒക്കെ ഇല്ലേ? അതിൽ അവർ തന്നെ പറഞ്ഞില്ലേ, RC പറഞ്ഞല്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന്. അതിന്റെ GST ഒന്ന് കാണിക്കോ, അതിന്റെ രേഖ കാണിക്കോ, ഇൻകം ടാക്സിന് കൊടുത്ത രേഖ കാണിക്കോ, പണം കിട്ടിയതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കോ, എത്ര കിട്ടിയെന്ന് പറയോ. അത് ഒഫീഷ്യലി നിങ്ങൾ സമ്മതിച്ചതാ. അത് എത്ര രൂപയാണ്, എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് പറ. സാക്ഷാൽ രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും ഒക്കെ വാങ്ങിയ പണം എന്തിനുപയോഗിച്ചു, എവിടെ രേഖപ്പെടുത്തി, ഏത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഫയൽ ചെയ്തു, അതല്ലേ പറയേണ്ടത്. നമുക്ക് അതിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകാം. അവിടെ ഞാൻ ശ്രീ M. ജയചന്ദ്രൻ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി സമയം എടുത്താണ് നിങ്ങൾ സംസാരിച്ചത്. ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്കൊന്ന് പോകട്ടെ. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ കാർമേഘം കാണുമ്പോഴാണ് മഴ പെയ്യാൻ പോകുന്നു എന്നൊരു തോന്നൽ കാര്യമായി നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ വരവ് അറിയിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പതുക്കെ കേരളത്തിലേക്ക് വാളയാറ് കടന്നു വരാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവിടെ EDയും CBIയുമാണ് പ്രതിപക്ഷ നേതാവിന് പഥ്യം. അവിടെ ഇപ്പോൾ വസീഫ് പറഞ്ഞതുപോലെ ഈ കേസിൽ നോക്കിയാൽ കള്ളപ്പണം എന്ന് പറയുന്നത് ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ഇടപാട് വഴി നടത്താൻ കഴിയുന്ന ഒന്നല്ല. ഇത് ബാങ്ക് വഴി നടത്തിയിട്ടുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുള്ള GST അടച്ചിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ നികുതി TDS പിടിച്ചിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള ഒരു ഇടപാട്, അതുമായി ബന്ധപ്പെട്ട
ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയും അതേ തുടർന്ന് ഇപ്പോൾ ROCയുടെ റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത് ഒക്കെയാണ്. എന്നാൽ ഇതേ കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വസീഫ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ഉത്സവങ്ങൾ, മതവിഭാഗങ്ങൾ ഇവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ എത്രമാത്രം പണമാണ് പണമായി വാങ്ങാനാവുക എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രസീതുകൾ പുറത്തുവിട്ടിട്ടുണ്ടോ? അതിൻ്റെ ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലാത്ത ഒരു തരത്തിലും വ്യക്തതയില്ലാത്ത ഇടപാടുകൾ കാര്യമായി നടന്നിട്ടുണ്ട്. എന്നാൽ CPIM അത് പൂർണ്ണമായും ആ നിലയിൽ പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പണം വാങ്ങിയെന്ന് അംഗീകരിക്കുന്നുണ്ട്. ആ പണം ഇടപാടിൻ്റെ രീതി വെളിപ്പെടുത്താൻ അവരാരും പക്ഷേ തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ഒരു ED അന്വേഷണം, CBI അന്വേഷണം ഒക്കെ പറയുമ്പോൾ അതുകൂടി ചേർത്തങ്ങ് പറയുന്നതാണോ ഉചിതം, ശ്രീ ജയചന്ദ്രൻ? ശരത്ത്, ഈ പ്രശ്നത്തിൽ പിന്നെ ഇപ്പോൾ വസീഫും നിജേഷും പറഞ്ഞ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വെച്ച് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് പിന്നെ ഇത് അർത്ഥസത്യമാണ് ഇവർ പറഞ്ഞതിൽ മുഴച്ചു നിൽക്കുന്ന വസ്തുതകൾ എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആ ഒരുപാട് വിഷയങ്ങളിലേക്കൊന്നും പോവാതെ പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് വരാം. ഈ തിങ്കളാഴ്ച 15-ാം തീയതി കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിൽ ഷോൺ ജോർജിനൊരു പരാതി വരുന്നു. ഈ തിങ്കളാഴ്ചത്തെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ പ്രശ്നം, ഈ പിന്നെ CMRലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO എന്ന ഓഫീസിൻ്റെ അന്വേഷണം ഉണ്ടാവണം. ഇതാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിൽ ഉന്നയിച്ച അപേക്ഷ. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ശ്രീലാൽ, RV ശ്രീലാൽ പറയുകയാണ്, RV ശ്രീജിത്ത്, ശ്രീലാലല്ല, സോറി കേട്ടോ, ശ്രീ RV ശ്രീജിത്ത് പറയുകയാണ്, ബഹുമാനപ്പെട്ട കോടതി ഈ മാസം 12-ന് അത്തരത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 210 ഓഫ് കമ്പനീസ് ആക്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഈ അഭിഭാഷകൻ കേന്ദ്ര സർക്കാരിന് വേണ്ടി പറയുന്നു. അപ്പോൾ ന്യായാധിപൻ്റെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ഉത്തരവ് വരികയാണ് പിന്നാലെ. നിങ്ങൾ 19-ാം തീയതി, ഈ വെള്ളിയാഴ്ച 19/1/2024 എന്ന് പറയുന്നത് നാളെ, ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ്, നിങ്ങൾ പറഞ്ഞല്ലോ ഈ മാസം 12-ാം തീയതി ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ടെന്ന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ ഉത്തരവിട്ടുന്നു നിങ്ങളിവിടെ പറഞ്ഞു. ഈ ഉത്തരവിൻ്റെ പകർപ്പ് ഈ കോടതിയിൽ ഹാജരാക്കണം ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ. അങ്ങനെ അന്വേഷണ ഉത്തരവുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ശ്രീജിത്ത് അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ചത്? അവിടെ ഇത് കാണുമ്പോൾ നോക്കേണ്ട പ്രശ്നം, ഇപ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ശരത്ത് പറഞ്ഞ വസ്തുതയിലുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഷോൺ ജോർജിൻ്റെ ആവശ്യം ഈ പറയുന്നതൊന്നുമല്ല. ഷോൺ ജോർജിൻ്റെ ആവശ്യം മറ്റൊന്നാണ്. അടിസ്ഥാനപരമായി മറ്റൊരു കാര്യമാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. അതിങ്ങനെയാണ്, പിന്നെ CMRL എന്ന കമ്പനിക്ക് പിന്നെ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് മുമ്പാകെ 135 കോടി രൂപയുടെ ആദായ നികുതി വെട്ടിപ്പിൻ്റെ കേസ് വരുന്നു. ഇത് ആദായ നികുതി വെട്ടിപ്പ് കണ്ടുപിടിച്ചിട്ട് ഈ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുകയാണ് ഈ കേസ്. അപ്പോൾ ഇത് ഏതൊരാൾക്കും, ഇങ്ങനെ പിടിക്കപ്പെടുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ബോർഡ് പോലെ അവരുടെ ഉത്തരവിന് വേണ്ടി അപേക്ഷിക്കാം. ആരുടെ? ഈ വൺ ടൈം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ. അങ്ങനെ ഒരു ഉത്തരവാണ് ഇവർക്ക് കിട്ടുന്നത്. ആർക്ക്? ഈ CMRLന്. ആ ഉത്തരവ് പ്രകാരം ഇവർക്ക് 135 കോടി എന്നുള്ള പിഴത്തുക 75 കോടിയായിട്ട് കുറച്ച് കൊടുക്കുന്നു. പിഴയില്ല. നികുതി വെട്ടിപ്പിൻ്റെ തുക 135 കോടിയായിരുന്നത് 75 കോടിയായി കുറച്ച് കൊടുക്കുന്നു. പിഴയില്ല. തുടർ കോടതി നടപടികളുമില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നത് പിന്നെ രാഷ്ട്രീയ നേതാക്കൾ പണം പറ്റിയവരുടെ പേര് അവരുടെ ഇനിഷ്യലായിട്ട് മാത്രം ചുരുക്കി പറയുന്നുണ്ട്. പണം പറ്റിയവരുടെ പേരുണ്ട്, അതന്വേഷിക്കണം ഷോൺ ജോർജ് പറയുന്നു. പിന്നെ മറ്റൊന്ന്, മാധ്യമപ്രവർത്തകർക്ക് പണം കൊടുത്തതായി ഇതിൽ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് പണം കൊടുത്തത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു. പിന്നെ എക്സാലോജിക് എന്ന കമ്പനി
1.72 കോടി രൂപ കൈപ്പറ്റിയതായി പറയുന്നുണ്ട് ഇതിന് ഉത്തരവിൽ. അപ്പോൾ അത് സംബന്ധിച്ച് തർക്കവിതർക്കങ്ങൾ നടക്കുന്നുണ്ട്, പല ഫോറങ്ങളിലും പൊളിറ്റിക്കലി തന്നെ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം വേണം. അപ്പോൾ അത്രയും വിപുലമായ കേസുകളെ സംബന്ധിച്ച് അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ഈ പരാതിയിൽ. അപ്പോൾ കോൺഗ്രസ് ഇത് മുക്കുകയാണ്. മുക്കുക മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് കേട്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയി. എന്താണെന്നറിയോ അദ്ദേഹം പറയുന്നത്, പ്രതിപക്ഷ നേതാവ് പറയുന്നത്, ഇത് പിന്നെ CBIയോ EDയോ അന്വേഷിക്കേണ്ടതാണ്. എന്തൊരു, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പദവി വെച്ച് ആ പദം പ്രയോഗിക്കാൻ എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന സംവിധാനം, അത് കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ളതാണല്ലോ ഈ സംവിധാനം. അവരിലേക്കൊരു കേസ് റെഫർ ചെയ്താൽ അവർ വെറുതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചങ്ങ് ഏൽപ്പിക്കുകയല്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന സംവിധാനം ചെയ്യുന്നത് CBIയെയും EDയെയും ഇത്തരം അന്വേഷണങ്ങൾ സംയുക്തമായി ഏൽപ്പിക്കുന്നതാണ് അവരുടെ രീതിയും പതിവും നടപടിക്രമവും. ഇതുപോലും അറിയാൻ വയ്യാത്ത ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ ഇരിക്കുന്നതെന്ന് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഭീകരമായ അധപ്പതനമാണ് ആ പദവിക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ശരത്. അത്രയ്ക്കുള്ള അധപ്പതനത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ശ്രീ ജയചന്ദ്രൻ, ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ EDയും CBIയും ഈ കേസ് എടുത്തിട്ടില്ല എന്ന് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് തോന്നിപ്പിക്കുന്ന വിധം അവതരിപ്പിച്ചുകൊണ്ട് അവരില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഒത്തുകളിയാണ് എന്ന് ആക്ഷേപിക്കുന്നു. അങ്ങനെ ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലല്ലേ ഇപ്പോൾ ഈ ചർച്ചയിൽ നിജേഷ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കൈകൊടുത്തില്ലേ, സ്വീകരിക്കാൻ പോയില്ലേ, യാത്ര അയക്കാൻ പോയില്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് രാവിലെ പറഞ്ഞ ഒത്തുകളിയും ഈ ദൃശ്യവിവരണവും കൂടെ ആകുമ്പോൾ UDF അക്കാര്യത്തിൽ ആ ചർച്ചകൾക്ക് 2 ദിവസം ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഭവം ഒരുക്കൽ അവിടെ സാധ്യമാക്കി കഴിഞ്ഞു. പക്ഷേ താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത്, ഇപ്പോൾ ഇതുപോലെ ഒന്നിച്ചു പോയത് ഷിപ്പ്യാർഡിലേക്ക്, അതുപോലെ തന്നെ പുതുവൈപ്പിനിലെ LPG ടെർമിനലിൻ്റെ ഉദ്ഘാടനം, ആ LNG പുതുവൈപ്പിൻ ടെർമിനലിൻ്റെ സ്ഥിതി അറിയാമല്ലോ. ഏറ്റവും ശക്തമായ സമരങ്ങളിലൂടെ, ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെ, വിവാദങ്ങളിലൂടെ അത് മുന്നോട്ട് പോകില്ല എന്നൊരു നില കൈവന്ന നാടാണ് കേരളം. അതിനെ ശരിയാം വിധം അവർക്ക് കൂടി വിശ്വാസ്യമായിട്ടുള്ള നിലയിൽ അന്വേഷിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് പൂർത്തീകരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പോയില്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ പോകേണ്ടത്? പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിൽ അവിടെ പോകേണ്ടയാൾ മുഖ്യമന്ത്രിയല്ലേ? കാരണം ആ കാലത്തെ വാർത്തകൾ താങ്കൾക്ക് നല്ല ഓർമ്മയുണ്ടാകും, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അങ്ങനെ കേരളത്തിൽ പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിൽക്കേണ്ടയാൾ, അതിനെ നയിച്ച നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയല്ലേ എന്നൊരു പ്രശ്നമില്ലേ? അപ്പോൾ ആ കൈ കൊടുക്കുന്നതിനെ കേരളത്തിലെ കോൺഗ്രസ് കാണുന്നത് ഈ വിധമാണ്. ശ്രീ ജയചന്ദ്രൻ, അല്ല ശരത്തെ, അതിൻ്റെ അകത്തുള്ള വേറൊരു വലിയ പ്രശ്നം, ഒളിഞ്ഞിരിക്കുന്ന വലിയ ഗോപ്യമായ വലിയൊരു നുണയുണ്ട് ഇതിൻ്റെ അകത്തെ. അതുകൂടെ എനിക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ, ഇത് ഇവരീ പറയുന്ന അർത്ഥസത്യമാണെന്ന് ഞാൻ പറയാൻ കാര്യം ഒരു തെളിവും കൂടെ ഹാജരാക്കിക്കൊണ്ടാണ്. ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു സംശയമില്ലാതെ പറയാം. ഇത് ഈ പറയുന്ന ഒരു തട്ടിപ്പ് എൻക്വയറിയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇല്ലാത്ത ഒരു കഥയെക്കുറിച്ചാണ് പറയുന്നത്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ മനസ്സിലാക്കണമല്ലോ. ഈ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ് എന്ന് പറഞ്ഞ MCAയുടെ അവർക്ക് സതേൺ സോണിലുള്ള ഡയറക്ടർ ഓഫീസ് എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്. ഈ MCAയുടെ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഡയറക്ടർ ഓഫീസാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ 4 മാസത്തേക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയല്ലോ 12-ാമത്തെ ഉത്തരവ് പ്രകാരം. ഈ മാസത്തെ 12-ാമത്തെ ഉത്തരവ് പ്രകാരം ഇതിന് നിമിത്തമായത് ഈ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ സതേൺ ഡയറക്ടറേറ്റിലെ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമാണ്. അങ്ങനെയാണ് ഈ 3 പേര് BS വരുൺ എന്ന കർണാടകയിലെ അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ പോണ്ടിച്ചേരിയിലെയും തമിഴ്നാട്ടിലെയും ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ ടീമായിട്ട് വെച്ചിരിക്കുന്നത് 4 മാസം കൊണ്ട് അന്വേഷിച്ച് തീർക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കാരണമാണ്. ഇതുവർ പറയുന്നില്ല, കാരണം ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരിതിൻ്റെ പുറകെ പോയിട്ടില്ല. ഞാനിതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. തുടക്കം മുതൽ ഇന്ന് വരെ ഡെവലപ്മെൻറ്റ്സ് മനസ്സിലാക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ആ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഇൻടാക്റ്റായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി വീണ വിജയനിലേക്ക് വന്നാൽ, വീണ വിജയനോട് ROC ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ വ്യക്തമായി, ഞാൻ നിയമവിധേയമായി ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ്, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിയമാനുസൃതം ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് തന്നെയാണ് ശ്രീമതി വീണ വിജയൻ ROCക്ക് മറുപടി നൽകിയിട്ടുള്ളത്.
അല്ലാതുള്ള തെറ്റിദ്ധരിപ്പിക്കലൊക്കെ ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മടിയില്ലാത്തവരാണെന്ന്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പം നിജേഷ് അരവിന്ദ് പറയുന്ന ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. ഏത് ഉത്തരവ്? വീണാ വിജയൻ കൊടുത്ത മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടോ നിജേഷേ? ഉണ്ടോ? ആ ഉത്തരവിൽ അവർ പറയുന്നുണ്ട്, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സതേൺ സോൺ ഡയറക്ടർ, MCAയുടെ സതേൺ സോൺ ഡയറക്ടർ പറഞ്ഞത് ഈ അന്വേഷണം പര്യാപ്തമല്ല എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിനെ ബോധ്യപ്പെടുത്തുകയും അവർ 3 സംസ്ഥാനങ്ങളിലെ ഡയറക്ടർമാരെ വെച്ച് 4 മാസം അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത്ര വലിയ പെരുന്നോണ എന്തിനാണ് ഇവർ കെട്ടിയെടുത്തുകൊണ്ട് വരുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ശരത് ചോദിച്ച ചോദ്യം. ഏതാ പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പോകുന്നത് ശരിയാണ്? എന്ത് തെറ്റാണ് അതിലുള്ളത്? മുഖ്യമന്ത്രി പോയില്ലെങ്കിലാണ് തെറ്റ്. 2 ആഴ്ച മുമ്പ് വന്നത് അവരുടെ വനിതാ സമ്മേളനത്തിലാണ്. അവിടെ മുഖ്യമന്ത്രി പോയാൽ അത് തെറ്റ് തന്നെയാണ്. ഏതാ തൃശ്ശൂർ സമ്മേളനത്തിൽ. പക്ഷേ ഇവിടെ ഇന്നലെ വന്നപ്പോൾ അദ്ദേഹം വന്നത് 4000 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് വന്നത്. അതിന് സംസ്ഥാനത്തിന് തലവൻ പോയില്ലെങ്കിൽ അങ്ങേയറ്റത്തെ ഭരണഘടനാപരമായ തെറ്റ് തന്നെയാണത്. അത് മനസ്സിലാക്കാത്ത ആളാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ? സ്തംഭിച്ചുപോയ ദേശീയപാത വികസനം അടക്കം ഇത്തരം അതുപോലെ തന്നെ കൂടംകുളം പവർ ഹൈവേ ആ ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്തംഭിച്ചുപോയ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് പുതുവൈപ്പിനിലെ ആ ടെർമിനലും. വലിയ തോതിൽ ആശങ്കയോടെ ഒരു നാടിനെ ആ നിലയിൽ ആശങ്കയോടെ വാർത്തകൾ വരുന്നു, വിവാദമാകുന്നു, വലിയ സമരമുണ്ടാകുന്നു, വലിയ ചർച്ചകളിലൂടെ അതിന് പരിശോധിക്കാൻ വേണ്ട സംവിധാനങ്ങളും കമ്മിറ്റികളും ഏർപ്പെടുത്തുന്നു. അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അത് ആകെ പരിഹരിച്ചുകൊണ്ട് ആ ടെർമിനൽ ഉദ്യോഗസ്ഥന്റെ ലാത്തി ചാർജ്. അതെ, അപ്പോൾ അത് ആ നിലയിൽ പക്ഷേ അങ്ങനെ ഒന്ന് പൂർത്തീകരിച്ചു കേരളം. പൂർത്തീകരിച്ച് രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല പിന്നെ ആരാ പോവുക എന്നൊരു പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ നിജേഷിലേക്ക് വരുമ്പോൾ നിജേഷ് അദ്ദേഹം പോയില്ലെങ്കിലാണ് അതെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചു. ഇവിടെ നിജേഷ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനത്തെ അത്ഭുതത്തോടെയും വേണ്ട ധാരണയില്ലാതെയുമാണ് എന്ന നിലയിൽ അദ്ദേഹം കേവലം പറഞ്ഞു പോവുകയായിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒന്നൊന്നായി സൂചിപ്പിച്ചു. മറ്റൊന്ന്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRLുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഇത് ഒരു ധാരണയുള്ള കരാറുള്ള ബാങ്കിലൂടെ ഇടപാട് നടന്ന നികുതി അടച്ചതാണ്. മറുഭാഗത്ത് നിങ്ങളുടെ നേതാക്കൾ പണം വാങ്ങിച്ചതിൻ്റെ രസീത് എവിടെ? ചെക്ക് എവിടെ? പരമാവധി എത്രയാണ് വാങ്ങാൻ കഴിയുക? നിയമപ്രകാരം 20,000-ൽ കൂടുതൽ പണം വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ പണം വാങ്ങിയ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ എങ്ങനെ പണം വാങ്ങി? ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയോ? രസീതോ ചെക്കോ ബാങ്ക് വഴിയുള്ള ഇടപാടോ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ പണം എവിടെയാണ് നിക്ഷേപിച്ചത്? ആരുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലല്ലേ യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കേണ്ടത്. ആ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പണം വാങ്ങിച്ച രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ അവർ സ്വയം സമ്മതിച്ചതാണ്. നിഷേധിച്ചു കഴിയുമ്പോൾ നിഷേധിച്ചത് തെളിയിക്കേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. ഇവിടെ ആ നിലയിൽ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞവർ എങ്ങനെ പണം വാങ്ങിച്ചു? UDF മറുപടി പറയണ്ടേ? അതിലല്ലേ അന്വേഷണം യഥാർത്ഥത്തിൽ EDയുടെ അന്വേഷണം വേണ്ടത്. ഏതായാലും ശരത്തെത്തിയ അവസാനത്തെ കൺക്ലൂഷൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. വീണ വാങ്ങി, അതിന് നികുതി അടച്ചിട്ടുണ്ട്. UDFകാർ വാങ്ങി, അതിൻ്റെ കണക്ക് പുറത്തു വരണം. ഇതാണല്ലോ പറഞ്ഞത് അല്ലേ? ഇവിടെ തന്നെയാണ് ശരത്ത് ഞങ്ങൾ പറഞ്ഞത്, വിവാദ കമ്പനിയോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ അക്കൗണ്ടിലൂടെ വാങ്ങിയ പൈസക്കാണ് മാസപ്പടി എന്ന് പറയുന്നത്. അത് വഴിവിട്ട സഹായം മുഖ്യമന്ത്രി കിട്ടാനാണ്. ആ തിരുത്തെന്ന് പറയുന്നത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുൻ നിയമമന്ത്രി ശ്രീ AK ബാലൻ സംസാരിച്ചു. AK ബാലനാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ഈ ആവശ്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു. ആ പണം എങ്ങനെ നിയമപരമായി പണമായി എത്ര വാങ്ങാം? ഈ വാങ്ങിയിട്ടുള്ള ലക്ഷങ്ങളും കോടികളും ഏത് തരത്തിൽ വാങ്ങി? അതിൻ്റെ ഏതെങ്കിലും വിവരങ്ങൾ പൊതുസമൂഹത്തോട് കോൺഗ്രസ് പങ്കുവച്ചിട്ടുണ്ടോ? ആരുടെ പേരിൽ നിക്ഷേപിച്ചു? നിങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ കാണാമറയത്ത് നിൽക്കുന്ന ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് നിങ്ങളുടെ പക്കലുള്ളപ്പോൾ, ആ കോടികൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ അതിലല്ലേ യഥാർത്ഥത്തിൽ വേണ്ടതെന്നൊരു ചോദ്യം മാധ്യമങ്ങൾ അത് പരിശോധിക്കണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചതാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. പറഞ്ഞോളൂ. പിണറായി വിജയന്റെ 7.5 വർഷത്തിനിടയ്ക്ക് എല്ലാ സംവിധാനവും ഉപയോഗിച്ച് ഒന്നാമത്തെ പ്രതിയാക്കിയത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയായിരുന്നു. എവിടെ എത്തി നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത കേസ്? അവസാനം ഓടി ഒളിച്ചില്ലേ? പിന്നീട് എടുത്തത് VD സതീശനെതിരെയായിരുന്നു. അതിനുശേഷം K സുധാകരനെതിരെയായിരുന്നു.
അവസാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വൈകുന്നേരത്തെ ചർച്ചയ്ക്ക് രാഹുൽ വന്ന് ഇതുപോലെ 4 കാര്യങ്ങൾ പറയരുത് എന്നിടത്ത് വരെ എത്തി. അല്ല എന്ന സ്ഥലത്ത് എത്തിച്ചു. എവിടെ അല്ല ശരത്ത് എവിടെ എത്തിച്ചു? അതുകൊണ്ട് നിങ്ങളുടെ പോലീസ് ശരത്ത് ഞാൻ ആധികാരികമായി പറയുന്നു, നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ വിജിലൻസ്, നിങ്ങളുടെ ഭരണ സംവിധാനം അതുപയോഗിച്ച് കേരളത്തിലെ UDF നേതാക്കന്മാർക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും പിന്നെ ശ്രീ ജയചന്ദ്രൻ സാറിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. ആ ഞെട്ടൽ അതുപോലെ തന്നെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ അങ്ങനെ ഞെട്ടിച്ച് താങ്കൾ ഞെട്ടിയിട്ടുണ്ട് എങ്കിൽ വലിയ സന്തോഷം. ഞാൻ ശരത്തെ പറഞ്ഞത് അദ്ദേഹം ഉദ്ഘാടനത്തിന് പോയതിലെ തെറ്റല്ല. ശരത്ത് ആവർത്തിച്ചു പറഞ്ഞതും ജയേന്ദ്രൻ പിന്നീട് അടിവരയിട്ട് പറഞ്ഞതും അദ്ദേഹം ഉദ്ഘാടനത്തിന് പോയി എന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ആരംഭിച്ച മെട്രോയിൽ ചാടിക്കയറിയ പിണറായി വിജയനെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അവിടെയല്ല ഞങ്ങൾ പറഞ്ഞത്. ശരത്ത് ഇന്നലത്തെ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച് പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടാണ് പിണറായി വിജയൻ യാത്രയാക്കാൻ പോയത്. ഒരു മന്ത്രി അയച്ചാൽ പോരായിരുന്നോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരു മന്ത്രിസഭാ യോഗം മാറ്റിവെക്കേണ്ട എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇദ്ദേഹത്തെ യാത്രയാക്കൽ, അദ്ദേഹത്തെ സ്വീകരിക്കൽ. അദ്ദേഹം ഉദ്ഘാടനത്തിന് പോയിക്കൊള്ളട്ടെ. യാത്രയാക്കാൻ സ്വീകരിക്കുമ്പോൾ വന്നു, കൈകൂപ്പി, കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് പോയി, വീണ്ടും കണ്ടു. യാത്ര പറയാനും വേണ്ടി പോയി. അത് മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിട്ട് ഒരു ചെറിയ ഒരു ഞെട്ടൽ ശ്രീ ജയചന്ദ്രൻ സാറിന് തോന്നിയില്ല? പ്രതിപക്ഷ നേതാവ് കോടതി CBI അന്വേഷണമല്ല പറഞ്ഞത്, കോടതിയുടെ മേൽനോട്ടത്തിലൂടെ ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയ ശ്രീ ജയചന്ദ്രന് യാത്രയാക്കാനും സ്വീകരിക്കാനും മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചിട്ടും അദ്ദേഹത്തെ യാത്രയാക്കാൻ പോയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്കാര് രക്ഷിതാക്കളെ വരെ വന്ന് സാഷ്ടാംഗം പറഞ്ഞ് ജാമ്യമെടുത്ത കേസിൽ ആ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് തൊഴുകൈയോടുകൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞെട്ടിയില്ലേ നിങ്ങൾ? ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട് വസീഫ, ഞങ്ങൾ ഞെട്ടിയിട്ടുണ്ട്. ആ ഞെട്ടലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഞെട്ടൽ. ആ ഞെട്ടലാണ് MT വാസുദേവൻ നായർ പറഞ്ഞു വെച്ച ഞെട്ടൽ. ആ ഞെട്ടലാണ് M മുകുന്ദൻ പറഞ്ഞു വെച്ച ഞെട്ടൽ. G സുധാകരൻ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരന്റെ ഞെട്ടലും അത് തന്നെയാണ്. അതുകൊണ്ട് ജയന്ത സാറേ, നിങ്ങളുടെ ഞെട്ടൽ നല്ലതാണ്. അത് എവിടെയാണ് നിങ്ങൾ ഞെട്ടുന്നത് എന്ന് ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ നല്ലതാണ്. പിന്നെ ROCയുടെ റിപ്പോർട്ടിൽ ഇദ്ദേഹം പിറകെ പോകുന്ന ആളാണ് ജയേന്ദ്ര സാർ. ഇതിന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. ROC ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ജയേന്ദ്ര സാറേ? ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? കമ്പനികാര്യ മന്ത്രാലയത്തിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനിതിന്റെ പിറകെ പോയിട്ടില്ല. കാരണം ഇതിന്റെ പിറകെ പോലെ എന്റെയോ കോൺഗ്രസിന്റെയോ രാഷ്ട്രീയമല്ല. ഞങ്ങളല്ല ഇത് പുറത്തു കൊണ്ടുവന്നതും. എക്സലോജിക് എന്ന് പറയുന്ന കമ്പനി, തട്ടിപ്പ് കമ്പനി, പിണറായി വിജയന്റെ മകൾ ഉണ്ടാക്കിയതിനെ പറ്റി ഞങ്ങളല്ല പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യം പ്രധാനമന്ത്രി വന്ന് തട്ടിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു, വലിയ വായിലൊക്കെ പറഞ്ഞു. കേരളത്തിലെ 3 മന്ത്രിമാർക്കെതിരെ ഏറ്റവും മോശകരമായ ആരോപണം ഉന്നയിച്ചിട്ട് അതേസമയം MV ഗോവിന്ദനെതിരെ പറഞ്ഞപ്പോൾ അദ്ദേഹം കേസിന് പോയി. കടകംപള്ളിയോ തോമസ് ഐസക്കോ ശ്രീരാമകൃഷ്ണനോ ഒരു കേസിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഒന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പെണ്ണുങ്ങളുള്ള വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ് കടകംപള്ളി എന്ന് ഒരു സ്ത്രീ ആവർത്തിച്ച് പറഞ്ഞപ്പോ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? MV ഗോവിന്ദൻ മാഷ് പോയതുപോലെ തോമസ് ഐസക്ക് മൂന്നാറിലെ നല്ല ഹോട്ടലിനെ പറ്റി പറഞ്ഞ മൂന്നാറിലെ ആ വരവിനെ പറ്റി, അന്വേഷണത്തെ പറ്റി, സ്വീകരണത്തെ പറ്റി ഒന്ന് കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിയോ? ശ്രീരാമകൃഷ്ണൻ ഒരു ദിവസം പ്രതികരിച്ചപ്പോ അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ചിത്രങ്ങൾ അന്ന് വൈകുന്നേരം സ്വപ്ന സുരേഷ് പുറത്തുവിട്ടപ്പോ നിങ്ങൾക്ക് തോന്നി ഇപ്പൊ കോൺഗ്രസിന് എന്തോ സംഭവിച്ചു, എന്തൊക്കെയോ പറയുന്നു എന്നല്ലേ വസീഫെ പറഞ്ഞത്? നിങ്ങൾ കോൺഗ്രസിന്റെ ജാതകം എഴുതുന്നതിന് മുമ്പ്, കോൺഗ്രസിന്റെ ഗ്രഹനില പരിശോധിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഉണ്ടാക്കിയ ജാതകം കൂടി വസീഫിന്റെ മറുപടി വേഗം ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് വസീഫിന്റെ മറുപടി ഞെട്ടലും ജാതകവും ഗ്രഹനിലയും. നിജേഷേ, ഞാൻ ആദ്യം തന്നെ നിങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ, നിങ്ങളത് നിങ്ങൾ മറുനാടനാവല്ലേ, നിങ്ങൾ ജയകൃഷ്ണനാവല്ലേ, വെറും മറുനാടനാവല്ലേ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ ദിവസം വരെ അങ്ങനെ ROCയുടെ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒഫീഷ്യൽ റിപ്പോർട്ടോ അതിന്റെ ലിങ്കോ ഒന്ന് തരാൻ പറഞ്ഞ് നിങ്ങൾ കൊടുത്തില്ല. എന്നിട്ട് ഒറ്റയിട്ട് പറയല്ലേ നിജേഷ്, ഒറ്റയിട്ട് പറയല്ലേ, വളരെ മാറ്റമായി ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നുമില്ലാതെ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ കൂട്ടിക്കെട്ടി പറഞ്ഞു ഒരു തെരുവ് പ്രസംഗം നടത്തലേ നിജേഷ്. നിങ്ങളൊക്കെ അല്പം
നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളല്ലേ? രേഖകൾ വെച്ച് സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നിജേഷ്, മറ്റു മറുപടികളിലേക്ക് അദ്ദേഹം ഉന്നയിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഞെട്ടൽ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി കൊച്ചിക്ക് പോയി മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. പിന്നെ നിങ്ങൾ സംസാരിച്ചതിനെ കുറിച്ചാണ് മറുപടി വരാം. നിജേഷ് വരാം ഒന്ന് കേൾക്കൂ. അദ്ദേഹത്തിന്റെ അവസരം, അദ്ദേഹത്തിന്റെ ഊഴം. നിജേഷ്, അദ്ദേഹത്തിന്റെ ഊഴമാണ്, പറഞ്ഞോളൂ. വസീഫ് പറഞ്ഞോളൂ. ഞാൻ പറയാം നിജേഷേ, സത്യങ്ങൾ വെച്ച് മൂടിവെക്കപ്പെട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് പിന്നീട് അതിന്റെ രേഖ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്ന മറുനാടൻ സ്റ്റൈൽ, ഏതെങ്കിലും മാനം മര്യാദക്ക് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ നല്ല വൃത്തിയും വെടിപ്പുമായി ജീവിച്ചു പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരെയൊക്കെ ചളിവാരി എറിയുന്ന ചില തേർഡ് റൈറ്റ് മാധ്യമങ്ങളുണ്ട് ഇവിടെ, ഈ ഓൺലൈനിലൊക്കെ എന്തും വിളിച്ചു പറയും. അതേ നിലവാരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു. ഇത് ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയാം. ഓരോ അടിസ്ഥാനവുമില്ലാതെ എന്തും വിളിച്ചു പറയുന്നവരായി, എന്തും കൂട്ടിക്കെട്ടി ആർക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കുന്നവരായി നിങ്ങൾ മാറുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇവിടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങ് മോശമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഞങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കൽ പോലും BJPക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ആരാ നിജേഷെ പരാതി കൊടുത്തത്? നിങ്ങളുടെ കോൺഗ്രസ് നേതാവ് മല്ലേലിൽ ശ്രീധരൻ നായരല്ലേ? അദ്ദേഹം കൊടുത്ത പരാതിക്ക് മുകളിലല്ലേ അന്വേഷണം നടത്തിയത്? നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും കിട്ടുമല്ലോ അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നത്. അന്ന് തെളിവുകളെല്ലാം നശിപ്പിച്ചതാരാ നിജേഷേ? ഞാൻ പറഞ്ഞോട്ടെ നിജേഷേ, നമ്മളിപ്പോ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. റിപ്പോർട്ട് കൊടുത്തവരാ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അങ്ങനെ എല്ലാ തെളിവുകളും അതിന്റെ ഉത്ഭവത്തിൽ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് എല്ലാം തകർക്കുന്നവരായിരുന്നു നിങ്ങൾ. പിന്നെ നിങ്ങൾ ലാവ്ലിൻ കേസും മറ്റും CBI ഒക്കെ പറഞ്ഞു. നിങ്ങൾ കേരളവും കേന്ദ്രവും ഒക്കെ ഭരിച്ചിരുന്ന സമയത്തും ഒരു കഷണം പോലും തെളിവിന്റെ ഒരു കണിക പോലും കൊണ്ടുവരാൻ പറ്റാതെ ഈ ആക്ഷേപത്തിന്റെ പുകമറയിൽ നിർത്താൻ ഈ പറയുന്ന മറുനാടൻ സ്റ്റൈലിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയവരാ നിങ്ങൾ. എന്നും നിങ്ങൾ ഇങ്ങനെ ആക്ഷേപങ്ങൾ മാത്രം ഉന്നയിക്കുന്നവരായി പോവുക. യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ ഈ തർക്കത്തെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന ജനങ്ങളുടെ വികാരത്തെയും തീരുമാനത്തെയും മാത്രം എടുത്താൽ മതി. സോളാർ ആരോപണങ്ങൾക്കൊക്കെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2016 UDFന് അധികാരം നഷ്ടപ്പെട്ടു. ഏറ്റവും അധികം കൊണ്ടാടപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിന് ശേഷം ആ ആരോപണങ്ങൾക്ക്, രാഷ്ട്രീയ വിവാദങ്ങൾക്കും കൊടുങ്കാറ്റിനും ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ, അതേ മുഖ്യമന്ത്രിയെ തന്നെ വീണ്ടും കേരളം അധികാരമേൽപ്പിച്ചു. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആ വിഷയം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ROC റിപ്പോർട്ട്, ശ്രീ ജയചന്ദ്രൻ, ROC റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളത് കൊണ്ടാണ് 3 സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരെ, മേധാവികളെ ചുമതലപ്പെടുത്തി ഒരു അന്വേഷണത്തിന് കമ്പനികാര്യ മന്ത്രാലയം പോകുന്നതിനെക്കുറിച്ചൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. നേരത്തെ ROC റിപ്പോർട്ട് ഉണ്ടോ എന്നൊരു ചോദ്യം, അത് താങ്കൾ സമ്മതിക്കുമോ എന്ന് നിജേഷ് ചോദിച്ചതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാനത് എടുത്തു പറഞ്ഞത്. നേരത്തെ ഇന്ന് ശ്രീ AK ബാലൻ അടക്കമുള്ളവർ അതേക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് എത്രമാത്രം അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും, ഇതിൻ്റെ മുന്നോട്ട് പോക്ക് ആശ്വാസവും പ്രതീക്ഷയും ഏകും, അതിന് സാധ്യത കാണുന്നുണ്ടോ? അത് ഒരു കാര്യം പറയണം ശരത്ത്, ഇതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യം. അതായത് ഇവിടെ ഇത് ക്വാസി ജുഡീഷ്യൽ ഫോറമാണ് ഈ ROC എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫൈൻഡിങ്സിന് ആ തരത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നൊരു വാദമാണ് വലതുപക്ഷ ഹാൻഡിലുകളും നേതാക്കന്മാരും പറഞ്ഞു പരത്തുന്നത്. അപ്പോൾ സ്വാഭാവിക ഒരു മറുചോദ്യം അങ്ങോട്ട് വരികയാണ്. എൻ്റെ കഴിഞ്ഞ വർഷം മാർച്ച് 23-നാണ് സൂററ്റ് ജില്ലാ കോടതി രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയത്. അറിയുമല്ലോ, വിശദീകരിക്കേണ്ട കാര്യവുമില്ല. അന്ന് CPIM നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഇടതുപക്ഷം ഇത് ഒരു ജുഡീഷ്യൽ ഉത്തരവാണ്, അതിന് സാങ്ക്ടിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളത് ചോദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല ഇന്ത്യൻ ഇടതുപക്ഷം ചെയ്തത്. ശക്തമായി തെരുവുകൾ തോറും ഇതിനെതിരെ നടന്ന് പ്രസംഗിക്കുകയും നിലപാട് സ്വീകരിക്കുകയും പരസ്യമായി അതിനെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിൽ നിന്ന് ഇത്തരത്തിലുള്ള വ്യാജ കഥകൾക്ക്, കെട്ടുകഥകൾക്ക് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അതിനെ പിൻപറ്റുന്നതിന് പകരം അതിനെ എതിർക്കുന്നില്ല കോൺഗ്രസ് എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ. ഇവിടെ കോൺഗ്രസിനെ വ്യാപകമായി പിന്തുണയ്ക്കുന്ന നല്ലൊരു വിഭാഗം മാധ്യമങ്ങളുണ്ടല്ലോ.
കേരളത്തിലെ മാധ്യമങ്ങളടക്കം പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നേ. BJPയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രമുഖ മാധ്യമം പൈസ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതിൻ്റെ പ്രവർത്തകരും വാങ്ങിച്ചിട്ടുണ്ട്. വലതുപക്ഷത്ത് നിൽക്കുന്ന ചില സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ട് ആ കൂട്ടത്തിൽ. അന്വേഷിക്കണം എന്താണ് ഒരു കോൺഗ്രസ്സുകാരനും പറയാത്തത്? നേതാക്കന്മാരുടെ കാര്യം ഇപ്പം PV അതുമാത്രമാണല്ലോ പറയുന്നത്. ബാക്കി OC അടക്കമുള്ള നേതാക്കളുടെ ഈ ചുരുക്കപ്പട്ടികയുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? അത്തരം കാര്യങ്ങൾ ഉന്നയിക്കൂ. അപ്പോൾ ആർജവം എന്ന് പറയുന്നത്, നട്ടലെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഒരുപോലെ ആയിരിക്കണം നിജേഷേ. അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ, പൊളിറ്റിക്കൽ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പിന്നെ ഈ എന്താ പറയുന്നത്, ഒരു രാഷ്ട്രീയ തിമിരം എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഗം മാത്രം കാണുകയും സൗകര്യപൂർവ്വം മറുഭാഗം കാണാതിരിക്കുകയും ചെയ്യുക എന്നുള്ള ആ നയം സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ അത് എവിടെ വിലപ്പോവും? ശരി, എങ്ങനെ നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാൻ കഴിയും? ഇതെന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും കേരളത്തിലെ കോൺഗ്രസിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്, നേതൃത്വത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിലപാടുണ്ടാവണം, ആർജവമുണ്ടാവണം എന്ന നിലയിൽ വിഷയങ്ങളെ ആ നിലയിൽ സമീപിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ കെട്ടുകഥകൾക്ക് പിന്നാലെ പായുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ചെറിയ മറുപടി നിജേഷ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം. കാരണം മോദിമാർ കള്ളനാണ്, എല്ലാ മോദിയും കള്ളന്മാരാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു കേസിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോൾ CPM പ്രതികരിച്ചതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദ വ്യവസായി കർത്തയുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ എണ്ണി ഒരു സേവനവും കൊടുക്കാതെ എണ്ണി വാങ്ങിയതും ഒരേപോലെ കമ്പയർ ചെയ്യുന്ന താങ്കളുടെ മാധ്യമ പ്രവർത്തനത്തിനെ ഞാൻ വല്ലാതെ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഒരാൾ അങ്ങനെ പറയുന്നത്? ഒരു എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടതുള്ളപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് നിഷേധിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഉൾക്കൊള്ളുകയല്ലേ ചെയ്തത്? നിഷേധിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ തെളിയിക്കേണ്ടിടത്താണ് അത് വേണ്ടത്, ആ ബാധ്യത. ശരത്ത് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നോ ഇല്ലയോ? വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കർത്തയുടെ പൈസ വന്നോ ഇല്ലയോ? നിജേഷിന്റെ മക്കളുടെയോ അച്ഛന്റെയോ അക്കൗണ്ടിലേക്ക് പണം വന്നാൽ എന്താ നിജേഷ് പറഞ്ഞോ? നിങ്ങളുടെ അച്ഛൻ നടത്തിയ കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ഏതെങ്കിലും ബിസിനസിന്റെ ഇടപാടുകൾക്ക് നിങ്ങളാണോ മറുപടി പറയേണ്ടത്? നിങ്ങൾ സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലേ? അല്ല, അത് ഒരു കമ്പനി അല്ലേ? അല്ല, ഒരു കമ്പനി അല്ലേ? എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? മറുനാടനാവരുത് എന്ന് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു. ഒരു കമ്പനി നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനി, ആ കമ്പനി രണ്ട് കമ്പനികൾ തമ്മിലുള്ള അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു സേവനത്തിന് പണം കിട്ടി. അത് നിയമപരമായി GST അടച്ചോ നിങ്ങൾ ചോദിച്ചു. GST അടച്ചതിന്റെ രേഖകൾ വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയാ? നിങ്ങൾ തെരുവിൽ വിളിച്ചു പറയുന്നത് പോലെ ഇങ്ങനെ ചാനൽ ഫ്ലോറിൽ വന്ന് വിളിച്ചു പറയരുത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ ഈ കേരളത്തെ മറുനാടൻ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങളെല്ലാം ഈ തരത്തിലേക്ക് എന്തും വിളിച്ചു പറയാ, വെറുതെ ദുരൂഹത ആലോചിക്കുക. ഇവിടെ തന്നെ നിങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോയത് എന്താ സെറ്റിൽമെന്റ് ആണ് എന്നാ പറയുന്നത്? 4000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വന്നതാ. ഈ നിജേഷ് ഉൾപ്പെടെ തടയാനും തകർക്കാനും ശ്രമിച്ച വികസന പദ്ധതികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കി സമരം നടത്തിയവരാ നിങ്ങൾ. അതിന് കൂടി ഗുണം ചെയ്യുന്ന പദ്ധതി അവസാനം ചെയ്തത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അങ്ങനെ വികസനത്തിന് തുരങ്കം വെക്കുന്നവരും എന്ത് ആക്ഷേപം ഉന്നയിക്കുന്നവരും കേരളത്തിൽ എന്ത് വിളിച്ചു പറയാനാ? നിങ്ങളുടെ ഇതുപോലെയുള്ള വില കുറഞ്ഞ ആക്ഷേപങ്ങൾക്ക് പുല്ലുവില വളരെയധികം നന്ദി നിജേഷ്, വസീഫ്, അതുപോലെ ശ്രീ M ജയചന്ദ്രൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമോ? മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഗൗരവമായി അത് പരിശോധിച്ചതാണ്. വളരെ ഗൗരവമായ ഉത്തരവാണ് അതിൽ വന്നിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ പോലും ആ നിലയിൽ പരിഗണിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ആ ഉത്തരവ് എന്നതടക്കം നിരീക്ഷിച്ചുകൊണ്ടാണ് ആ ഹർജി തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഒരു നോട്ടീസ് പോലും അയക്കാൻ കഴിയാത്ത വിധം നിൽക്കുന്ന ഒരു കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങളോടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വീണ്ടും ഇറക്കാൻ കഴിയുമോ എന്ന സാധ്യത തേടലിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം അതിനെ സമീപിച്ച രീതി, അതിനോടുള്ള ഇടതുമുന്നണിയെ നയിക്കുന്ന CPIM-ൻ്റെ അതിനോടുള്ള ഇന്നത്തെ നിലപാട്, വിശദീകരണം, ഇതെല്ലാമാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് ആധാരമായി വന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.